പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാപ്രവചനം 62-ാം അധ്യായം 2-ാം വാക്യം. ജാതികൾ നിൻ്റെ നീതിയെയും സകല രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. ഹല്ലേലൂയ. സകല ജാതികളും കാണെ വെളിപ്പെടുത്തുന്ന ദൈവ മഹത്വം, അതത്രേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം. സകല ജാതികളുടെ മുമ്പിൽ ആർക്കും ഒതുക്കാൻ പറ്റാത്ത, ആർക്കും മറയ്ക്കാൻ പറ്റാത്ത, ആർക്കും തള്ളിക്കളയാനും നിഷേധിക്കാനും പറ്റാത്ത മഹത്വം ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവ മഹത്വത്താൽ പൊതിയപ്പെട്ട ഒരു മനുഷ്യനെ പാപത്താൽ, ശാപത്താൽ ഏദൻ പറുദീസയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. പാപം അവൻ്റെ മഹത്വത്തെ എടുത്തു മാറ്റി, ദൈവിക തേജസ്സിനെ എടുത്തു മാറ്റി. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം പറയുന്നു, സകല ജാതികളും കാണെ, സകല ദേശവും കാണെ, സകല ചുറ്റുപാടുമുള്ള സകല മനുഷ്യരും കാണെ, ദൈവം തൻ്റെ മഹത്വത്തെ നമ്മെ അണിയിക്കും. ദൈവത്തിൻ്റെ മഹത്വത്താൽ നമ്മെ പൊതിയും. ഹല്ലേലൂയ. ദൈവം നമ്മെ തൻ്റെ മഹത്വം കൊണ്ട് അലങ്കരിക്കുമ്പോൾ ഹല്ലേലൂയ സകല ജാതികളും അത് കാണും. സകലരും ഹല്ലേലൂയ ആ ദൈവിക മഹത്വത്തെ നമ്മിലൂടെ വെളിപ്പെടുത്തും. യേശു കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്തിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് ചെയ്യുന്നത്, ദൈവ നാമ മഹത്വത്തിനായിട്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, നീ ദൈവമഹത്വത്തിൻ്റെ അടയാളമായി തീരും. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് അത് പറയുന്നു, ഇതുവരെ ലജ്ജിപ്പിച്ചവരുടെ നടുവിൽ, ഇതുവരെ കളിയാക്കിയവരുടെ നടുവിൽ, ഇതുവരെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ നിന്നെ മഹത്വത്തിൻ്റെ അടയാളമാക്കി കർത്താവ് നിന്നെ മാറ്റും. കർത്താവിൻ്റെ മഹത്വം കൊണ്ട് അവൻ നിന്നെ അലങ്കരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ചുമക്കേണ്ടി വന്ന അനുഭവം ഉണ്ടായിക്കാണാം. ഹല്ലേലൂയ. പരാജയം ഏൽക്കേണ്ട അനുഭവം ഉണ്ടായിക്കാണാം. എന്നാൽ ഒരു ദൈവ പൈതലിന് കർത്താവ് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ, ഹല്ലേലൂയ, ദൈവിക മഹത്വത്തിനെക്കുറിച്ചുള്ള വാഗ്ദത്തം അത്രേ. നഷ്ടപ്പെട്ട മഹത്വത്തെ ദൈവം നമ്മെ അണിയിക്കുന്നു. നമ്മുടെ ജീവിതം മഹത്വത്തിൻ്റെ ഹല്ലേലൂയ ഒരു പ്രദർശനമായി തീരുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മെ കാണുന്നവർ, നമ്മെ കേൾക്കുന്നവർ പറയട്ടെ, നമ്മുടെ കൂടെ ജീവനുള്ള ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. മാനവജാതിയുടെ രക്ഷയ്ക്കായി കാൽവരി ക്രൂശിൽ യേശു കർത്താവ് യാഗമായി തീർന്നപ്പോൾ ശത്രു തകർത്ത് കളഞ്ഞ പലതിനെയും, ശത്രു എടുത്തു കളഞ്ഞ പലതിനെയും കർത്താവ് തിരികെ തന്നു. ഹല്ലേലൂയ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ കടന്നു വന്നവൻ കാണാതെ പോയതിനെ, നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന ദൈവമത്രേ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ സംസാരിക്കും. യെശയ്യാപ്രവചനം 62-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ സിയോനെക്കുറിച്ച് ഇനി മിണ്ടാതെ ഇരിക്കത്തില്ല. ഇതുവരെ മിണ്ടാതെ ഇരുന്നെങ്കിൽ, ഇതുവരെ മൗനമായിരുന്നെങ്കിൽ, ഇനി ഞാൻ നിനക്ക് വേണ്ടി സിയോനെ, യഹോവയുടെ വാസസ്ഥലമായ സിയോനെ നിനക്ക് വേണ്ടി സംസാരിക്കും. യെരൂശലേമിനെക്കുറിച്ച് കർത്താവ് സംസാരിക്കും. അതെന്താ? അത് കർത്താവിൻ്റെ വാസസ്ഥലമാണ്, കർത്താവ് വസിക്കുന്ന ഇടമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് വസിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലയം നാം ഓരോരുത്തരുമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി അവൻ സംസാരിക്കും. മറ്റാര് സംസാരിച്ചില്ലെങ്കിലും, മറ്റാര് നമുക്ക് വേണ്ടി ഇടനിന്നില്ലെങ്കിലും, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രിയരെ, നാം തിരിച്ചറിയേണ്ടതും അതുതന്നെയാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം അടുത്തു വന്നിരിക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലേക്കത്രേ. ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കും. അർത്ഥം, യേശുവിൻ്റെ രക്തം ഇന്നും സംസാരിക്കുന്ന രക്തമാണ്. എന്ത് സംസാരിക്കും? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി അവൻ ഗുണകരമായത് സംസാരിക്കും. മനുഷ്യർ കുറ്റം പറയുമ്പോൾ, മനുഷ്യർ എതിരെ വാക്കുകൾ പറയുമ്പോൾ, മനുഷ്യർ നിരാശയുടെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും. ആ നല്ല തോട്ടക്കാരൻ ഹല്ലേലൂയ ആ വൃക്ഷം വെട്ടിക്കളയാതെ ഒരാണ്ടൂടെ നിർത്തുവാൻ, ഒരാണ്ടൂടെ അതിനെ പരിപാലിക്കുവാൻ തീരുമാനമെടുത്തതുപോലെ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കർത്താവുണ്ട്.
നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. താതൻ്റെ സന്നിധിയിൽ എൻ പേർക്ക് സദാ പക്ഷപാതം ചെയ്യുന്നവൻ അവൻ സംസാരിക്കും. അവൻ എന്താ സംസാരിക്കുന്നത്? എന്നെ മഹത്വീകരിക്കുവാൻ, അവൻ്റെ നാമം എൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാൻ അവൻ ഇന്നും സംസാരിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഒന്ന് സമ്മതിക്കുമോ? ഒന്ന് ഏറ്റുപറയുമോ? കർത്താവേ, ഹല്ലേലൂയ, നീ അല്ലാതെ ഞങ്ങൾക്കൊരു നന്മയില്ല, നീ അല്ലാതെ ഒരു ആശ്രയമില്ല. മനുഷ്യൻ്റെ മുഖത്തേക്കല്ല ഞങ്ങൾ നോക്കുന്നത്, ഞങ്ങളൊരു തീരുമാനമെടുത്ത് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കുന്നു. ഹല്ലേലൂയ. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞതുപോലെ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, എഴുന്നേറ്റ് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ കൃപ നൽകണം. നാം പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവിൻ്റെ കരത്തിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർത്താവ് എല്ലാ കാലത്തും വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.